സത്യത്തില് മറ്റൊരു സംഭവം നടന്നു. ശരിക്കും പറഞ്ഞാൽ വളരെ സൈലന്റ് ആയിട്ട്, എന്നാൽ അതിനകത്ത് എന്തോ ഒന്നില്ലേ എന്ന് എനിക്ക് തോന്നി. അതായത് നമ്മുടെ അഭിലാഷും റെന ഫാത്തിമയും ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നു. അപ്പൊ റെന ഫാത്തിമ ബാക്കി എല്ലാ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന ആൾക്കാരും ബാക്കി എല്ലാവരെയും ചേർത്ത് പിടിച്ച്, അവിടെയുള്ള ഫൈനലിസ്റ്റിനെ എല്ലാവരെയും കൂട്ടുപിടിച്ച് അനുമോൾക്കെതിരെ സംസാരിക്കുന്നു. അനുമോളെ ബാക്ക് സ്റ്റാബ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സംഭാഷണങ്ങളൊക്കെ അവിടെ ഉണ്ട്. മാത്രമല്ല അവിടെ ബാക്കിയുള്ള എല്ലാവരോടും പറയുന്നത് അനുമോൾ PR കൊണ്ടാണ്, ഇനി ജയിച്ചാലും അത് PR ആണ്, നിങ്ങൾ ഇനി എന്ത് ചെയ്താലും അനുമോളെ ജയിക്കും, അനുമോൾക്ക് PR ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റെന ഫാത്തിമ അനുമോളെ മാത്രം ഫോക്കസ് ചെയ്ത് അനുമോളുടെ അടുത്ത് വന്നിരുന്ന് കുറച്ചു നേരം സംസാരിക്കുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. അതിനുമുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണുന്നത്, ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ശരിക്കും റെന ഒരു കംപ്ലീറ്റ് ഒരു അനാലിസിസ് അവിടെ നടത്തുന്നുണ്ട്. അപ്പം റെന ഇവിടുന്ന് ഔട്ടായ സമയത്ത് പേഴ്സണൽ വ്ളോഗിലൂടെയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, അന്ന് ഈ പറയുന്ന അനുമോളെടുത്ത് ഒരുപാട് ആ ഒരു കിച്ചൺ സൈഡിൽ നിന്ന് ഒരുപാട് വഴക്കുണ്ടാക്കേണ്ടായിരുന്നു എന്ന് റെനയ്ക്ക് തോന്നിയിട്ടുള്ളതായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഉറപ്പുണ്ട് ഈ പറയുന്ന റെനയ്ക്ക് അനുമോളോട് ആ ഒരു വിഷയത്തിൽ ഒരു സോഫ്റ്റ് കോർണർ വന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ ബേസിസിലാണോ എന്നറിയത്തില്ല, റെന വന്നിട്ട് അനുമോളോട് എങ്ങനെയുണ്ട്, ഇവിടെ ഇപ്പൊ ഭയങ്കര സൈലന്റ് ആയിട്ട് തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അനുമോൾ പറയുന്നുണ്ട്, ഭയങ്കര സൈലന്റ് ആയിരുന്നു, നിങ്ങൾ വന്നപ്പോഴാ ഇപ്പൊ ആ ഒരു ഹാപ്പിനെസ്സും ആ ഒരു ബഹളവും ഒക്കെ ഒന്നും ഉണ്ടായത്. അതുവരെ എന്തോ നമ്മൾ ഫുഡ് കഴിക്കും, പിന്നെ കുറച്ചു നേരം അവിടെ എല്ലാവരും പോയി കിടക്കും, ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് എല്ലാവരും അങ്ങനെ കിടക്കും, നിങ്ങൾ വന്നപ്പോഴാ ഒരു രസമൊക്കെ വന്നത് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് റെന അന്നേരം പിന്നെ അനുമോളോട് ചോദിക്കുന്നുണ്ട്, ശരിക്കും മനീഷ് ചേട്ടന്റെ കാര്യം അത് എന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം അനു വ്യക്തമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്, അത് ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും ഞാൻ കരുതിയില്ല, പിന്നെ എൻ്റെ ഭാഗത്തും തെറ്റുണ്ടല്ലോ, ഞാനും ഇതിനൊക്കെ വെള്ളിയാഴ്ചയൊക്കെ പ്രത്യേകിച്ച് അങ്ങനെ മറ്റേ ഡ്രൈ ഡേ ഉണ്ട് അവർക്ക്. അപ്പൊ ആ ഡ്രൈ ഡേയുടെ ടൈമിൽ അനീഷ് ചേട്ടനെ ഞാനും അങ്ങോട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ തമാശയ്ക്ക് കാണിച്ചിട്ടുണ്ട്, അതൊക്കെ കൊണ്ടിട്ടായിരിക്കും, അതുകൊണ്ട് കുറ്റം പറയാൻ പറ്റത്തില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, എന്നോട് ഒരാൾ വന്നിട്ട് ഇങ്ങനെ പ്രപ്പോസ് ചെയ്യുമ്പോൾ എനിക്ക് എന്നെ ദേഷ്യപ്പെട്ടൊന്നും പറയാൻ കഴിയില്ല, എനിക്ക് ഭയങ്കര ചമ്മലാണ്. അപ്പോൾ ഉടനെ റെന പറയുന്നുണ്ട്, എന്തിനാ ചമ്മുന്നയൊക്കെ, അത് തോന്നിയ ഒരു കാര്യം പറഞ്ഞു, അതിനകത്ത് പ്രശ്നമൊന്നും ഇല്ല എന്ന് വളരെ യൂഷ്വലായിട്ട് അനുവിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ പറയുകയാണ്. എന്നിട്ട് വീണ്ടും ഓരോ കാര്യങ്ങൾ, അതായത് ഇവിടെ ബാക്കി ആദില, നൂറ ഇവരുടെയും അനുമോളുടെയും ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് റെന ഫാത്തിമ അവിടെ സംസാരിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് എന്തായാലും ഒരു വലതും ഇടതും നിൽക്കാൻ അനുവിനൊരാളായല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ അനുമോൾ പറയുന്നുണ്ട്, അവർ രണ്ടുപേരും ശരിയാണ്, പക്ഷെ ഞങ്ങൾ മിക്കവാറും ഒക്കെ ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവും, ഞങ്ങൾ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാവാറുണ്ട്, ഇപ്പൊ ലാസ്റ്റ് ടൈമിൽ ഞങ്ങൾ തമ്മിൽ നല്ല വഴക്കായിരുന്നു എന്ന് അനുമോള് പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ റെന പറയുന്നുണ്ട്, എത്ര വഴക്കിട്ടാലും നിങ്ങൾ മിണ്ടുമല്ലോ, നിങ്ങൾ പിന്നെ മിണ്ടുന്നുണ്ടല്ലോ, പരസ്പരം മിണ്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഉടനെ ഞങ്ങൾ എത്രയായാലും ശരി, എനിക്ക് അങ്ങനൊരു ദേഷ്യമൊന്നും ഞാൻ വെച്ചോണ്ടിരിക്കത്തില്ല, എത്രയൊക്കെ വഴക്കിട്ടാലും ശരി ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബോണ്ട് ഉണ്ട്, ഞങ്ങൾ പോയി മിണ്ടാറൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ റെന വീണ്ടും പറഞ്ഞിട്ട്, അതിലേക്കും നൂറയ്ക്കും ഒക്കെ ആ ഒരു സ്നേഹം, അത് ഭയങ്കരമായിട്ടൊരു സ്നേഹമൊക്കെ ഉണ്ട്, നമുക്ക് കാണാൻ പറ്റുമല്ലോ, അവരുടെ ഒരു സ്നേഹം നമുക്ക് അറിയാൻ പറ്റുമല്ലോ എന്നൊക്കെ ഇങ്ങനെ റെന പറയുകയാണ്. അതായത് ഒരു കോംപ്രമൈസ് ടോക്ക് പോലെയാണ് സംസാരിക്കുന്നത്. ആദിലയുടെയും നൂറയുടെയും ഭാഗത്തൊന്നും തെറ്റില്ല, അവർ ബാക്ക് സ്റ്റാബ് ചെയ്യുന്നില്ല എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ റെന വന്ന് സംസാരിക്കുന്നുണ്ട്. പക്ഷെ റെന വന്നതേ ഉള്ളൂ. ഇപ്പം ഇവിടെ ഈ ശൈത്യയും ആദിലയും നൂറയും കൂടെ അനുമോൾക്കെതിരെ തിരിഞ്ഞ കാര്യത്തെക്കുറിച്ച് റെനയ്ക്ക് അറിയത്തില്ല. അപ്പൊ ഉടനെ റെന എടുത്ത് ചോദിക്കുന്നുണ്ട്, ശൈത്യ വന്നിട്ട് സംസാരിച്ചായിരുന്നോ, ശൈത്യക്ക് മിണ്ടിയോ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഉടനെ അനുമോൾ പറഞ്ഞിട്ട്, ശൈത്യയും ഞാൻ തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായി, ഞാൻ അങ്ങോട്ട് പോയതല്ല, ശൈത്യ തന്നെ ഇങ്ങോട്ട് വന്നതാണ്. ശൈത്യയാണെങ്കിൽ ഞാൻ അന്ന് ആ കട്ടപ്പ വിളിച്ചില്ലേ, വിളിച്ച കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ശൈത്യക്ക് ഇതിനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് അവളത് എന്തിനാണ് അങ്ങനെ വിളിച്ചതെന്ന് ഇങ്ങനെ ചോദിച്ചു, അത് അവൾക്ക് പുറത്ത് വലിയ പ്രശ്നമായി എന്നൊക്കെ അവള് പറഞ്ഞു. പിന്നെ എല്ലാവരുടെയും മുന്നിൽ ഇരുന്നപ്പം എനിക്കത് പറയാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ശൈത്യക്ക് പറ്റില്ല, അപ്പോൾ തന്നെ അത്രയും പേരുടെ മുന്നിൽ വെച്ചത് പറയണം. പിന്നെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ഞാനും തീരുമാനിച്ചു അതങ്ങനെ പറയുന്നില്ല എന്ന്, എനിക്കത് പറയാൻ താല്പര്യമില്ല എന്ന് അനുമോള് വീണ്ടും റെനയോട് പറയുന്നുണ്ട്. അപ്പൊ റെന വീണ്ടും പറയുന്നുണ്ട്, അതൊക്കെ കളഞ്ഞേരെ, അതൊന്നും വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ, അത് ജസ്റ്റ് കളഞ്ഞേരെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോൺവെർസേഷൻ, അതായത് അനുമോൾക്ക് മനസ്സ് തുറന്ന് ഇങ്ങനെ സംസാരിക്കാൻ ഒരു അവസരം കിട്ടുന്നത് റെനയെടുത്താണ്. ബാക്കി ഇപ്പോൾ ജിഷിനാണെങ്കിലും പ്രവീണാണെങ്കിലും ഒക്കെ വന്ന് ഇച്ചിരി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് ചെയ്തത്. റെന വന്ന് ഇത്രയും സംസാരിച്ചതിന് ശേഷം അനുമോളൊന്ന് ഓക്കെ ആയിട്ടുണ്ട്. അതിനുശേഷം
അനുമോൾ അവിടെ ഹാപ്പി ആയിട്ട് അക്ബറിന്റെ അടുത്തും അപ്പാനിയുടെ അടുത്തും സരികയുടെ അടുത്തും ഒക്കെ വന്ന് സംസാരിക്കുന്നുണ്ട്. റെനയാണ് ഇപ്പം അനുമോളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഇവരുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുപോയി ഇരുത്തിയത്. പിന്നെ ഇന്നത്തെയും അതുപോലെ തന്നെ ഇവരൊക്കെ ഈ വന്നപ്പോ അനുമോള് ശരിക്കും പറഞ്ഞാൽ വളരെയധികം ഡിസൈഡഡ് ആയിട്ട് തന്നെ, അല്ലെങ്കിൽ തീരുമാനിച്ചുറപ്പിച്ച കണക്ക് തന്നെയാണ് എല്ലാവർക്കും ഫുഡ് കുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ഈ പറയുന്ന റെനയോട് പറയുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ എല്ലാവരും വന്നപ്പോൾ എനിക്ക് സന്തോഷമായി. ഇനി ഇവിടുന്ന് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോയി കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ മിസ് ചെയ്യും. അപ്പോൾ ഇത്രയും പേർക്കൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുത്തതല്ലേ, അത് മിസ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ എല്ലാവരും വന്നപ്പോൾ എനിക്ക് തന്നെ ഫുഡ് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും എന്ന് തീരുമാനിച്ചാണ് ചെയ്തത്. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ റെനെ എടുത്ത് അനുമോൾ ഇങ്ങനെ മനസ്സ് തുറന്ന് സംസാരിക്കുന്നുണ്ട്. അനുമോൾ ഓൾവേസ് സംസാരിക്കുമ്പോൾ അനുമോളെ മാത്രം ബൂസ്റ്റ് ചെയ്താണ് സംസാരിക്കുന്നത്. അതിൽ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഈ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് ഒരു പ്രൊമോഷൻ ആണല്ലോ കൊടുക്കുന്നത്. അവരെ കുറിച്ച് തന്നെ സെൽഫ് പ്രൊമോഷൻ കൊടുത്ത് പുറത്തു വിട്ടാൽ മാത്രമേ അവർക്ക് ഈ പറയുന്ന വോട്ട് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അനുമോളുടെ ഭാഗം ക്ലിയർ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതായാലും ശരി, അനുമോൾക്ക് ഇന്ന് എന്തായാലും വളരെയധികം മോശമായ ഒരു ദിവസമാണ്. ഈ പകലിനേക്കാൾ ഏറ്റവും വൃത്തികെട്ടതാണ്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നതാണ് രാത്രി എന്ന് പറയുന്നത് പോലെ ഇന്നലെ രാത്രി ശൈത്യാണെങ്കിൽ ഇന്ന് രാത്രി ബിൻസിയും അപ്പാനിയുമാണ്. അപ്പൊ നമുക്ക് കാത്തിരുന്ന് കാണാം ആ ഒരു നിമിഷത്തിലേക്ക് വേണ്ടിയിട്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് പറയുക. അതുപോലെ തന്നെ സീരിയൽ ഗ്രാൻഡ് ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.